യഹസ്കേൽ അധ്യായം 43. അനന്തരം അവൻ എന്നെ കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി എൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കെബാർ നദി തീർത്ത് വെച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കവിണ്ണു വീണു. അപ്പോൾ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവിനെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ആ പുരുഷൻ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്രാ, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാൽടികളുടെ സ്ഥലവുമാകുന്നു. ഇസ്രായേൽ ഗൃഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പ്രസംഗം കൊണ്ടും പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കും ഇടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എൻ്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടള എൻ്റെ കട്ടളയും ആക്കുന്നതുകൊണ്ടും എൻ്റെ വിശുദ്ധനാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതല്ല. അവർ ചെയ്ത മ്ലേച്ഛതകളാൽ അവർ എൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ കോപത്തിൽ അവരെ നശിപ്പിച്ചു. ഇപ്പോൾ അവർ തങ്ങളുടെ പ്രസംഗവും രാജാക്കന്മാരുടെ ശവങ്ങളും എങ്കിൽ നിന്ന് ദൂരത്താക്കി കളയട്ടെ. എന്നാൽ ഞാൻ അവരുടെ മധ്യേ എന്നേക്കും വസിക്കും. മനുഷ്യപുത്രാ, ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ലജ്ജിക്കേണ്ടതിന് നീ ഈ ആലയം അവരെ കാണിക്കാം. അവർ അതിൻ്റെ മാതൃക അളക്കട്ടെ. അവർ ചെയ്ത സകലത്തെയും കുറിച്ച് അവർ ലജ്ജിച്ചാൽ നീ ആലയത്തിൻ്റെ ആകൃതിയും വിധാനവും പുറപ്പാടുകളും പ്രവേശനങ്ങളും അതിൻ്റെ ആകൃതിയൊക്കെയും സകല വ്യവസ്ഥകളും അതിൻ്റെ രൂപമൊക്കെയും അതിൻ്റെ സകല നിയമങ്ങളും അവരെ അറിയിച്ച് അവർ അതിൻ്റെ എല്ലാ ചട്ടങ്ങളും വ്യവസ്ഥകളും പ്രമാണിച്ച് അനുഷ്ഠിക്കേണ്ടതിന് അതിനെയൊക്കെയും അവർ കാണുക എഴുതി വെക്കുക. ഇതാവുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. പർവ്വതത്തിൻ്റെ മുകളിൽ അതിൻ്റെ അതിർത്തിക്കാകമെല്ലാം അതിവിശദമായിരിക്കണം. അതേ, ഇതാവുന്നു ആലയത്തെക്കുറിച്ചുള്ള പ്രമാണം. മുഴപ്രകാരം യാഗപീഠത്തിൻ്റെ അളവാവത് മുഴം ഒന്നിന് ഒരു മുഴവും 4 വിരലും ചുവട് ഒരു മുഴം വീതി ഒരു മുഴം. അതിൻ്റെ അകത്ത് ചുറ്റുമുള്ള വക്ക് ഒരു ചാൺ. യാഗപീഠത്തിൻ്റെ ഉയരമാവത് നിലത്തെ ചൂട് മുതൽ താഴത്തെ തട്ട് വരെ 2 മുഴവും വീതി ഒരു മുഴവും. താഴത്തെ തട്ട് മുതൽ വലിയ തട്ട് വരെ 4 മുഴവും വീതി ഒരു മുഴവുമായിരിക്കണം. ഇങ്ങനെ മേലത്തെ യാഗപീഠം 4 മുഴം. യാഗപീഠത്തിൻ്റെ അടുപ്പിൽ നിന്ന് മേലോട്ട് 4 കൊമ്പ് ഉണ്ടായിരിക്കണം. യാഗപീഠത്തിൻ്റെ അടുപ്പിൻ്റെ നീളം 12 മുഴവും വീതി 12 മുഴവുമായി സമചതുരമായിരിക്കണം. അതിന് 4 പുറവുമുള്ള തട്ട് 14 മുഴം നീളവും 14 മുഴം വീതിയും. അതിൻ്റെ ചുറ്റുമുള്ള വക്ക് അരമുഴവും ചുവട് ചുറ്റും 1 മുഴവുമായിരിക്കണം. അതിൻ്റെ പതനങ്ങൾ കിഴക്കോട്ടായിരിക്കണം. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്രാ, യഹോവയെ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, അവർ യാഗപീഠം ഉണ്ടാക്കുന്ന നാളിൽ അതിമേ ഹോമയാഗം കഴിക്കേണ്ടതിനും രക്തം തളിക്കേണ്ടതിനും അതിനെക്കുറിച്ചുള്ള ചട്ടങ്ങൾ ആവത്. എനിക്ക് ശുശ്രൂഷിക്കേണ്ടതിന് എന്നോട് അടുത്ത് വരുന്ന സാദോക്കിൻ്റെ സന്തതിയിലുള്ള ലേവ്യരായ പുരോഹിതന്മാർക്ക് നീ പാപയാഗമായ ഒരു കാളക്കുട്ടിയെ കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നീ അതിൻ്റെ രക്തത്തിൽ കുറെ എടുത്ത് യാഗപീഠത്തിൻ്റെ 4 കൊമ്പിലും തട്ടിൻ്റെ 4 കോണിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടി അതിന് പാപപരിഹാരവും പ്രായശ്ചിത്തവും വരുത്തണം. പിന്നെ നീ പാപയാഗത്തിന് കാളയെ എടുത്ത് ആലയത്തിൽ നിയമിക്കപ്പെട്ട സ്ഥലത്ത് വിശ്വമന്ദിരത്തിന് പുറമെ വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം നീ ഊനമില്ലാത്തൊരു കോലാട്ടുകൂട്ടിനെ പാപയാഗമായി അർപ്പിക്കണം. അവർ കാളയെ കൊണ്ട് യാഗപീഠത്തിന് പാപപരിഹാരം വരുത്തിയതുപോലെ ഇതിനെക്കൊണ്ടും അതിന് പാപപരിഹാരം വരുത്തണം. അതിന് പാപപരിഹാരം വരുത്തി തീർന്ന ശേഷം നീ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയും ആട്ടുകൂട്ടത്തിൽ നിന്ന് ഊനമില്ലാത്തൊരു ആട്ടുകൂട്ടിനെയും അർപ്പിക്കണം. നീ അവയെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറിയ ശേഷം അവയെ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം. 7 ദിവസം നീ ദിനം പ്രതി പാപയാഗമായി ഓരോ കോലാട്ടിനെ അർപ്പിക്കണം. അവർ ഊനമില്ലാത്തൊരു കാളക്കുട്ടിയും ആട്ടുകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടുകൂട്ടിനെയും അർപ്പിക്കണം. അങ്ങനെ അവർ 7 ദിവസം യാഗപീഠത്തിന് പ്രായശ്ചിത്തം വരുത്തിയും അതിനെ നിർമ്മലീകരിച്ചും കൊണ്ട് പ്രതിഷ്ഠ കഴിക്കണം. ഈ ദിവസങ്ങൾ തികച്ച ശേഷം 8-ാം ദിവസവും മുമ്പോട്ടും പുരോഹിതന്മാർ യാഗപീഠത്തിനെ നിങ്ങളുടെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും അർപ്പിക്കണം. അങ്ങനെ എനിക്ക് നിങ്ങളിൽ പ്രസാദമുണ്ടാകും എന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്.